എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 അതായത് കഴിഞ്ഞ ദിവസം നടന്ന LGS പരീക്ഷയുടെ മാത്സ് പാർട്ടാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയാണ് കൂടുതൽ വേഗത്തിൽ നമ്മളത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഒരാൾ തന്റെ സമ്പാദ്യത്തിന്റെ 2/7 ഭാഗം ഒന്നാമത്തെ മകനും 2/5 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? അതായത് 2/7 ഭാഗം 2/5 ഭാഗം കൊടുത്തു കഴിഞ്ഞു അല്ലെ? അപ്പൊ എത്രയാണ് കൊടുത്തു കഴിഞ്ഞത്? 2/7 + 2/5. ഇതിനെ എങ്ങനെയാ നമ്മൾ ചെയ്യുക? ഇതിന്റെ LCM എന്താണ്? ലസാഗു എന്താണ്? 7ഉം 5ഉം ആണ്. ഇതിലൊന്നും പോവില്ല. അപ്പൊ 7 × 5 അതായത് 35 ആണ് ഇതിന്റെ ലസാഗു. അപ്പൊ ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. ഇതിനെ 7 കൊണ്ട് ഗുണിക്കണം. അപ്പം മുകളിലും ചെയ്യണം അല്ലെ? മുകളിലും ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക? 2 × 5 അതായത് 10 + 2 × 7 14 ബൈ എന്ത് വരും? രണ്ടിലും ബൈ 35 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 24/35 ആണ് കൊടുത്തു കഴിഞ്ഞത്. അപ്പൊ ഇനി 35 ഭാഗമാണ് വെച്ചെങ്കിൽ 24 ഭാഗം കൊടുത്തു കഴിഞ്ഞു. ബാക്കി ഇനി എത്രയുണ്ട്? 11 ഭാഗം കൂടി ഉണ്ട് 35 ഭാഗത്തില്. അപ്പൊ 11/35 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള റിബണിന്റെ നീളം എത്ര? അതായത് 1 മീറ്റർ അതായത് 1.00 നിന്ന് ഇടാം മൈനസ് 0.63 മീറ്റർ ആണ് അല്ലെ? പോയിന്റ് ഇവിടെ ഇടണം, 6 ഇവിടെ എഴുതണം, 3 ഇവിടെ എഴുതണം, എന്നിട്ട് മൈനസ് ചെയ്യണം. അപ്പൊ എന്താണ് ചെയ്യുക? 0 നിന്ന് 3 മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എവിടുന്ന് എടുക്കണ്ടേ? ഇവിടെയും 0 ആണ് അല്ലെ? അപ്പൊ ഇവിടുന്ന് എടുക്കണം. ഇത് 0 ആക്കണം. ഇത് എന്താവും? അപ്പൊ ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. കാരണം എന്താണ്? ഇവിടെ 10 ആയി കഴിഞ്ഞാൽ പിന്നെയും ഇതിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് എടുക്കണം അല്ലെ? അപ്പൊ 10 - 3 എത്രയാണ്? 7. 9 - 6 എത്രയാണ്? 3. പിന്നെ 0 ആയി അല്ലെ? 0.37. അതായത് ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗത്തിലാണ് ഓടിയത്? ശരാശരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? ദൂരം ബൈ സമയാണ് അല്ലെ? എത്ര ദൂരം ഓടി? 100 മീറ്റർ ആണ് ഓടിക്കണേ അല്ലെ? പിന്നെ എത്ര സെക്കൻഡ് കൊണ്ടാണ് ഓടിക്കണേ? 10 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോ ഏതിലാണ് പറയണേ? മീറ്റർ പെർ സെക്കൻഡിലാണ് വെച്ചെങ്കിൽ ഇവിടെ 100ല് 10 ക്യാൻസൽ ചെയ്യും. അപ്പൊ 10 എന്നുള്ളതാണ് ആൻസർ. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഇവിടെ മീറ്ററും ഇവിടെ സെക്കൻഡും എഴുതിയിട്ടാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇതിനെ കിലോമീറ്റർ പെർ അവർ ആക്കണം, മണിക്കൂറാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻറ്റു 18/5 ചെയ്താൽ മതി. ഇനി കിലോമീറ്റർ പെർ മണിക്കൂറിനെയാണ് മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടത് വെച്ചെങ്കിൽ അതിന് 5/18 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതു സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇതിന്ന് ഇത് മൈനസ് ചെയ്യണം അല്ലെ? അതായത് വ്യത്യാസം കണ്ടുപിടിക്കണം. 1.011 മൈനസ് എന്ത് ചെയ്യണം? പോയിന്റ് ഇവിടെ തന്നെ ഇടണം. 0.111 എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി 1 - 1 0, 1 - 1 0. 0 നിന്ന് 1 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് എടുക്കണം. അപ്പൊ ഇവിടെ 0 ആവും, ഇവിടെ എന്താവും? 10 ആവും. 10 - 1 എത്രയാണ്? 9. പോയിന്റ് ഇവിടെ ഇടണം. 0.90 എഴുതിയാലും 0.9 എന്നുള്ളതാണ് ആൻസർ അല്ലെ? ഈ 0 കണക്കാക്കേണ്ടതില്ല. 0.9 എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര?
ലാഭശതമാനം കണക്കാക്കാൻ വേണ്ടി ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. വാങ്ങിയ വില ഇൻറ്റു 100. അപ്പൊ നമ്മൾ എന്താണ്, ലാഭം എത്രയാണ്? 580 വാങ്ങിയത് 609 വിറ്റു. 580ഉം 20ഉം 600, 600 9 ആണ്. അപ്പൊ 29 ലാഭമായിട്ട് കിട്ടിയത് അല്ലെ. എത്രയല്ലേ? 580 രൂപ വാങ്ങിയല്ലേ. അപ്പൊ വാങ്ങിയ വില 580 ഇൻറ്റു 100. അപ്പൊ ഇവിടെ 29 2 പ്രാവശ്യമാണ് പോണത്. അപ്പൊ ഇവിടുന്ന് ഇനി 10ലെ 2 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം. അപ്പൊ 5% എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. അതായത് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. ലസാഗു കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 4, 5, 6 ഇതിലെ എല്ലാത്തിലും പോണത് ഉണ്ടെച്ചെങ്കിൽ അത് നോക്കുക. അല്ലെങ്കിൽ 4ലും 6ലും പോണത് എന്താണ്? 2 പോവും അല്ലെ. 2 2 2 4. 5നെ ഇങ്ങനെ തന്നെ എഴുതാം. പിന്നെ 6ല് 2 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം പോവും. ഇനി ഇതിലേതിലെങ്കിലും 2 എണ്ണത്തിലെങ്കിലും പോകണതുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടി ഗുണിച്ചെഴുതുക. അതാണ് ലസാഗു. അതായത് 3 15, 15 2 30, 32 60. 60 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/2 പ്ലസ് 1/3 മൈനസ് 1/4. നമുക്കറിയാം ഇത് അരയാണ്. അര മൈനസ് കാല് അല്ലെ. അര മൈനസ് കാല് എത്രയാണ്? കാലാണ്. പിന്നെ ഒരു 1/3 കൂടിയും കൂട്ടുക. അപ്പൊ എങ്ങനെയാണ്? ഇതിന്റെ ലസാഗു എന്ന് പറയുന്നത് 12 ആണ് അല്ലെ. അപ്പൊ ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 3 + 4 ആണ് മുകളിൽ വരിക. ബൈ 12. അപ്പൊ ഏതാണ്? 7/12. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി LCM ആയാലും 12 ആണ് വരിക അല്ലെ. ഇതിനെ 6 കൊണ്ട് ഗുണിക്കണം, അപ്പൊ 12 ആവും. ഇതിനെ 4 കൊണ്ട് ഗുണിക്കണം, അപ്പൊ 12 ആവും. ഇതിനെ 3 കൊണ്ടും ഗുണിക്കണം. അപ്പൊ 6 + 4 10. 10 - 3 7. 7/12 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √16 + 4 സ്ക്വയർ ഈക്വൽ ടു k ആണെങ്കിൽ k യുടെ വില എന്ത്? അതായത് √16 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 4 × 4 ആണ് 16. അപ്പൊ അതിനെ റൂട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ ഒരു 4 വരുള്ളൂ. അപ്പൊ 4 എന്നുള്ളതാണ് ഇവിടെ ആൻസർ. ഇനി 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 അതായത് 16. 4ഉം 16ഉം കൂടി കൂട്ടിയ എത്രയാണ്? 20. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12 കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് 49 ആണ്. 13ാം കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത്? അതായത് പുതിയ ശരാശരി എന്താണ്? 50 ആണ് അല്ലെ. 50. ഇനി 50 പ്ലസ് എന്താണ്? എത്രയാണ് ഇതിലുള്ള മാറ്റം? അതായത് ഒരു കളിയാണ് മാറ്റം അല്ലെ. 1 ആദ്യം എത്ര കളി ഉണ്ടായിരുന്നു? 12. അപ്പൊ 62 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 13 അതായത് 13 എണ്ണത്തിനാണ് 50 അല്ലെ. അപ്പൊ 13 × 50 കാണണം. എന്നിട്ട് 12 × 49 അതിന്ന് മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ 62 എന്നുള്ള ആൻസർ തന്നെ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 18 × 21 + 21 × 82. ഇത് നിങ്ങൾ നല്ലതുപോലെ നോക്കുക. ഇതിൽ 21 ഉണ്ട്, ഇതിലും 21 ഉണ്ട്. അപ്പൊ നമ്മൾ ആ 21നെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 18നെ അവിടെ തന്നെ എഴുതുക. പ്ലസ് പിന്നെ 82ഉം 18ഉം 82ഉം എത്രയാണ്? 100. അപ്പൊ 21 × 100 എത്രയാണ്? 2100. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾ 18 × 21 ആദ്യം കാണാൻ നിൽക്കരുത്. സമയം കുറെ ചെലവാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഗീത ഉപകരണം ഏതാണ്? ഗിത്താർ, വീണ, ഓടക്കുഴല്, വയലിൻ. ഗിത്താറും വീണയും വയലിനും ഒക്കെ നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുക. ഓടക്കുഴൽ മാത്രം എന്താണ്? നമ്മൾ വായ കൊണ്ടാണ് ചെയ്യുക അല്ലെ. അപ്പൊ അതാണ് അതില് കൂട്ടത്തിൽപ്പെടാത്തത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. അപ്പൊ നമ്മൾ നോക്കി നോക്കുക. ആദ്യം തെക്കോട്ട് നടന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നടന്നു എന്ന് വിചാരിക്കുക. തെക്ക് ഇതാണെന്ന് വിചാരിച്ചോളൂ. തെക്ക് തെക്കോട്ട് നടന്നു. തുടർന്ന് എന്ത് ചെയ്തു? 160 മീറ്റർ, ഇത് 200 മീറ്റർ ആണ് കേട്ടോ. ഇനി വലത്തോട്ടാണ് നടക്കണത്. 160 മീറ്റർ 160 മീറ്റർ വലത്തോട്ട് നടന്നു. ഇനി എന്താണ്? പിന്നെയും വലത്തോട്ടാണ് നടക്കണത്. അപ്പൊ ഇങ്ങോട്ട് തന്നെ വന്നു 200 മീറ്റർ. ഇനി എന്താ ചെയ്തേ? ഇടത്തോട്ട് നടക്കണു 50 മീറ്റർ. അപ്പൊ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര മീറ്റർ അകലെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് തുടങ്ങിയത് അല്ലെ. ഈ സ്ഥലം എത്രയാണ്? 160 ആണെന്ന് അറിയാം. ഇത് 50 ആണ്. അപ്പൊ 160ഉം 50ഉം കൂടി കൂട്ടിയ എത്രയാണ്? 210 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12 + 10 × 5 × 0. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് ഗുണിച്ചാൽ എന്ത് നമുക്ക് കിട്ടും? 0 കിട്ടും. അപ്പൊ അത് ഏത് സംഖ്യയായാലും ഇൻറ്റു 0 എന്ന് പറഞ്ഞ 0 ആണ്. അപ്പൊ ഇത് അങ്ങനെ എന്തായി പോയി? 0 ആയി പോയി. 12ഉം 0 കൂടി കൂട്ടിയ എത്രയാണ്? 12 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നതിനെ ക്രമീകരിച്ചെഴുതിയപ്പോൾ HIDEL എന്ന് കിട്ടി എങ്കിൽ ഇറ്റലി എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏത് രീതി ക്രമീകരിക്കാം? ഇതിലെന്താ ചെയ്തേക്കണേ? ഇതിലെ ലാസ്റ്റ് 2 ലെറ്റർ ആദ്യം എഴുതി അല്ലെ, HI എന്നുള്ളത്. പിന്നെ എന്താ എഴുതി? DEL എഴുതി. അപ്പൊ ഇവിടെയും LY ആദ്യം എഴുതുക, പിന്നെ ITA എന്ന് എഴുതുക. അപ്പൊ B എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാവും എങ്കിൽ ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സുണ്ട്? അതായത് എന്ത് ചെയ്യണം? നമ്മള് ആദ്യം വയസ്സ് എക്സും വൈയും ആണെന്ന് വിചാരിക്കുക. എക്സ് അമ്മയുടെയാണ്, വൈ മോളുടെ ആണെന്ന് വിചാരിക്കുക, ഡോട്ടർ. അപ്പൊ എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 36 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇനി 2 വർഷം കഴിയുമ്പോ എന്താവും? ഈ എക്സ് എന്നുള്ളത് x+2 ആവില്ലേ? അതെന്ന് പറയുന്നത് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? രേവതിക്ക് അപ്പൊ y+2 ആവും. അതിന്റെ 4 മടങ്ങാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 × y+2. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താ എഴുതാം? എക്സ് എന്ന് പറയണേന് നമുക്ക് എന്താ എഴുതാം? 4y + 4 2 8. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ -2. അപ്പൊ എന്താണ്? 4y + 6. ഈ എക്സിന് പകരം ഇവിടെ 4y + 6 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്താവും? 4y + 6 + y = 36 എന്ന് കിട്ടി. അപ്പൊ എന്താണ്? 5y = 36 - 6, അതായത് 30. y = എന്ത് വരും? 6 എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ 6 വയസ്സാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ ഓപ്ഷനും എടുത്തിട്ട് നോക്കണം. ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റത്തേക്കാണ് വെച്ചെങ്കിൽ കുറെ സമയം പോവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യണതാണ് ഇത്രയും കൂടി നിങ്ങൾക്ക് കംഫർട്ട് ആയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 0.31 + 0.21 × 2. 0.21 × 2 എങ്ങനെ ചെയ്യുക? ആദ്യം ബോർഡ് മാസ് റൂൾ അറിയണം. ബോർഡ് മാസ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെച്ചെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഓഫ് ഉണ്ടെച്ചെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. അപ്പൊ ഇവിടെ ഉള്ളതില് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്. അപ്പോ 0.21 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 2 2 4 0.42. 0.42ഉം 0.31 കൂടി കൂട്ടണം. അപ്പൊ എത്രയാണ്? 2 1 3 4 3 7 0.73 എന്നുള്ളതാണ് ആൻസർ. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു, 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? അതായത് ഇതിന് ഒരു വാക്യമുണ്ട്. എന്താന്ന് വിചാരിച്ച P(a) + P(b) - P(a) ഇന്റർസെക്ഷൻ B കണ്ടാൽ മതി. അതായത്
നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് ഇതിൽ 40 കുട്ടികൾ ഗണിതത്തിന് ജയിച്ചു അല്ലെ. പിന്നെ 25 കുട്ടികൾ, 40 25 65ആയി. പക്ഷെ 65 ഇല്ല, രണ്ടിനും കൂടി ഉള്ളത് 18 പേര്. അത് മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 8 7 15 അല്ലെ, 47 കുട്ടികളാണ് വിജയിച്ചവര്. അപ്പൊ എത്രയാണ് തോറ്റത്? 50 കുട്ടികളിൽ 47 ജയിച്ചു വെച്ചെങ്കിൽ ബാക്കിയുള്ളതാണ് തോറ്റത് അല്ലെ. 50 മൈനസ് 47 എത്രയാണ്? 3 പേരാണ് തോറ്റത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പി ക്യു ആർ എസ് എന്നീ 4 ആളുകൾ നിരന്ന് നിൽക്കുന്നു. പി എന്ന ആൾ ക്യൂവിന്റെ വലതുവശത്തും ആർ എന്ന ആൾ ആറിന്റെ ഇടതുവശത്തുമായി നിൽക്കുന്നു. എസ് എന്ന ആൾ പിയുടെ ഇടതുവശത്ത്. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഒന്ന് എഴുതി നോക്കുക. എങ്ങനെയാണ്? പി എന്ന ആള് ക്യൂവിന്റെ വലതുവശത്ത്, അതായത് നമ്മൾ ഇരിക്കണ മാതിരിയാണ് വെച്ചെങ്കിൽ ക്യൂവിന്റെ വലതുവശത്ത് എന്ന് പറഞ്ഞാൽ ക്യൂ ഇവിടെ വേണം അല്ലെ. ഇനി ആറിന്റെ ഇടതുവശത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ വേണം അല്ലെ. ഇനി എന്താ പറഞ്ഞിരിക്കണേ? എസ് എന്ന ആൾ പിയുടെ ഇടതുവശത്തായും എസ് എന്ന ആള് പിയുടെ ഇടതുവശത്ത്, ഇനി എന്താണ്? ക്യൂവിന്റെ വലതുവശത്തും. അപ്പൊ എസ് ഇതിന്റെ ഇടയിൽ വരണം അല്ലെ. അപ്പൊ ഇനി ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് അപ്പൊ ആരാണ്? ക്യൂ എന്നുള്ള ആളാണ് ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്ര വേഗമാണ് ചെയ്ത് കഴിയണേ നോക്കി നോക്കൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ പറ്റണതൊക്കെ വേഗം ചെയ്യണം. 103 104 107 112 119 128 ഈ ശ്രേണിയിലെ അടുത്ത പദം. 103ന്റെ കൂടെ 1 കൂട്ടിയാലാണ് 104, 104ന്റെ കൂടെ 3 കൂട്ടിയാലാണ് 107, 107ഉം 5ഉം ആണ് 112, 112ഉം 7ഉം ആണ് 119, 119 9ഉം ആണ് 128. അപ്പൊ ഇനി എന്ത് വരും? 1 3 5 7 9. ഇത് ഒറ്റ സംഖ്യകളാണ് അല്ലെ. അവിടുത്തെ എന്ത് വരും? 11 ആണ്. അപ്പൊ 128ഉം 11ഉം എത്ര വരും? 139 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 16 36 64 114 144 ഈ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? 16 എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ 4ന്റെ സ്ക്വയർ ആണ് 16, 6ന്റെ സ്ക്വയർ ആണ് 36, 8ന്റെ സ്ക്വയർ ആണ് 64, 12ന്റെ സ്ക്വയർ ആണ് 144, 114 ഒരു പൂർണ്ണവർഗം അല്ല. അപ്പൊ അതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.